നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി എന്ത് തരത്തിലുള്ള ഭീഷണി അത് അമേരിക്കയുടെ ഭാഗത്ത് വന്നാലും ഒരു തലത്തിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, മുട്ടുമടക്കില്ല എന്ന് ആവർത്തിക്കുന്നു ഇറാൻ പ്രസിഡന്റ്. ഇനി തങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഊർജ്ജ സ്രോതസ്സുകളെയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കമ്പനികളും ഊർജ്ജ നിലയങ്ങളും നാമാവശേഷമാക്കുമെന്നാണ് മസൂദ് പെസഷ്കിയാന്റെ ഭീഷണി. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ കനത്ത പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ട്രംപിന്റെ അന്ത്യശാസനത്തെ തള്ളി ഇറാൻ മുന്നിൽ വരുന്നു. പശ്ചിമേഷ്യയിൽ ഇനി എന്ത് സംഭവിക്കും? ഹോർമുസ് കടലിടുക്കിലടക്കം അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രാൻസിറ്റ് ഫീയുമായി ബന്ധപ്പെട്ട കപ്പൽക്കരം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ഇറാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ലോകത്താകമാനമുള്ള രാജ്യങ്ങളെ വലയ്ക്കുമ്പോൾ ഇറാൻ ആകട്ടെ അതൊരു സാമ്പത്തിക നേട്ടമാക്കി സാധ്യതകളൊക്കെ തന്നെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ഈ അന്ത്യശാസനം തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ പിന്നെയും യുദ്ധഭീതി ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച അർദ്ധരാത്രിയോടുകൂടി ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി അവസാനിച്ചിരിക്കുന്നു. മേഖലയിൽ വൻ സൈനിക നീക്കങ്ങൾ ഇപ്പോൾ നടന്നു പോരുന്നു. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ ഭീഷണി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം തുറന്നാൽ രാജ്യം നേരിടാൻ പോകുന്നത് ഒരു സമ്പൂർണ്ണ നാശമായിരിക്കുമെന്ന് ട്രംപ് ഇസ്രയേലി മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറാന്റെ ഏറ്റവും വലിയ വൈദ്യുതി നിലയങ്ങളായിരിക്കും അമേരിക്ക ആദ്യം ലക്ഷ്യമിടുക. 47 വർഷമായി ഇറാൻ തുടരുന്ന ശത്രുതയ്ക്ക് ഒരു അറുതി വരുത്താൻ സമയമായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അമേരിക്കയുടെ ഭീഷണി എന്ത് തന്നെ ആയിരുന്നാലും അതിനു മുന്നിൽ മുട്ടുമടക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തിരിച്ചടിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കമ്പനികളും ഊർജ്ജ നിലയങ്ങളും ഞങ്ങൾ നാമാവശേഷമാക്കുമെന്ന ഭീഷണിയാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മേഖലയിലൊക്കെ വലിയ നാശം വിതയ്ക്കുന്ന രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പക്ഷം. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അങ്ങനെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു, തിരിച്ചടി സമ്മാനിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന പാത അതടച്ചിട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിലടക്കം എണ്ണവില 50% ഉയർന്നിരിക്കുന്നത്. ബാരലിന് $150 മുകളിലെത്തിയ എണ്ണവില ഇനിയും ഇരട്ടിയാകാനുള്ള സാധ്യതയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടാവുക എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രയേലിലെ ഡിമോൺ ആണവ നിലയത്തിന് സമീപത്തടക്കം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇപ്പോഴത്തെ സംഘർഷത്തെ ഏറെ രൂക്ഷമാക്കിയിരിക്കുന്നു. ഇറാൻ ഒട്ടും തന്നെ മോശമല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രതീതി ലോകത്ത് ജനിപ്പിക്കുന്നു. ഇസ്രയേലിനോട് കിടപിടിക്കാൻ ആർക്കും കഴിയില്ല, ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം അത്ര മികച്ചതാണെന്ന വീരവാദം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനെ തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് ആക്രമണത്തിൽ 70ഓളം കുട്ടികളടക്കം 160ഓളം പേർക്ക് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ഭേദിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചൊരു മേൽക്കൈ അവിടെ ലഭിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രമായിട്ടുള്ള നതാൻസിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം തന്നെയായിരുന്നു ഇറാനെ ഇത്രയധികം ചൊടിപ്പിച്ചത്. അതിനുള്ള തിരിച്ചടിയായി തന്നെയായിരുന്നു ഈ തിരിച്ചടി പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ഇതുവരെ 400ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ലോകം ഒരു ആണവ ദുരന്തത്തിന്റെ മുമ്പിലാണെന്ന് ലോകാരോഗ്യ സംഘടന അടക്കം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇരുഭാഗവും സമീപനം പാലിക്കാതെ ഇതിൽ ഒരു രക്ഷയുമില്ല. ആണവ നിലയങ്ങളെ ലക്ഷ്യം വെക്കുന്നതിൽ നിന്നും ദയവ് ചെയ്ത് പിന്തിരിയണമെന്നാണ് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടറായിട്ടുള്ള ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് ഇതിനോടകം തന്നെ അഭ്യർത്ഥിച്ച് കഴിഞ്ഞിരിക്കുന്നത്. യുദ്ധം അങ്ങനെ 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സാഹചര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രണാതീതമായി കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് പോകുന്നു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ തന്നെയാണ് അമേരിക്ക ഒരു പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് US മറീനുകൾ ഇതിനോടകം തന്നെ മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്ത് അവരെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലേക്കാണ് വാഷിംഗ്ടൺ തള്ളിവിടുന്നത്. ഖത്തറിലെ ദോഹയിൽ നിന്നും ജനങ്ങളോട് വളരെ വേഗത്തിലാണ് ഒഴിഞ്ഞു പോകാനായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദോഹയെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി കണക്കാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൗദി അറേബ്യയുടെ തലസ്ഥാനത്തിന് നേരെയും കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ ഉന്നത നേതാക്കളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇനിയും തുടരുമെന്നാണ്
ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ കുറ്റവാളികളുടെ സംഘമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തന്നെ ഇല്ലാതാക്കി കളയുമെന്നും ഭീഷണിയുണ്ട്. ഇസ്രയേൽ സൈന്യം നിലവിൽ പകുതി ലക്ഷ്യം മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനിയും ആഴ്ചകളോളം നീളുന്ന ആക്രമണം ഉണ്ടാകുമെന്നാണ് സൈനിക മേധാവി എയർ സാമിർ പറഞ്ഞിരിക്കുന്നത്. ഇറാഖിലെ ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപത്തുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിന്റെ കരിനിഴലിലായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയിലാണ്. ട്രംപ് നൽകിയ സമയമടക്കം അവസാനിച്ചതോടെ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹോർമുസ് കടലിടുക്കിലേക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ ഈ സാഹചര്യത്തെ ഒരു സാമ്പത്തിക നേട്ടമാക്കാൻ ഈ ഘട്ടത്തിലും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഇന്ധന ഞരമ്പെന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ ചരക്ക് കപ്പലിൽ നിന്നും ഏകദേശം $2 മില്യൺ, അതായത് 18.25 കോടി രൂപ വീതം ഇറാൻ ഈടാക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ട്. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഇറാൻ ഇന്റർനാഷണൽ ആണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ട്രാൻസിറ്റ് ഫീ എന്ന നിലയിലാണ് ഇറാൻ ഈ തുക പിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. യുദ്ധച്ചെലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നാണ് ഇറാൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ സമിതി അംഗമായിട്ടുള്ള അലാവുദ്ദീൻ ബുറൂജർദി സ്ഥിരീകരിച്ചിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ രാജ്യത്തിന്റെ അധികാരവും കരുത്തും പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നുവെന്ന് കൂടി അദ്ദേഹം പറയുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് തുറക്കണമെന്ന അമേരിക്കയുടെ ആജ്ഞയ്ക്ക് പിന്നാലെ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ശത്രുക്കൾക്കൊഴികെ മറ്റെല്ലാവർക്കും ഹോർമുസ് തുറന്നു കൊടുക്കുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത്. സ്വന്തം മണ്ണ് നശിപ്പിക്കാൻ തുനിയുന്നവർക്ക് പാത തുറന്നു കൊടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസിലൂടെ കടന്നു പോകാനുള്ള അനുമതി ഇറാൻ നൽകി കഴിഞ്ഞു. ജപ്പാൻ കപ്പലുകളെയും കടത്തിവിടാൻ തയ്യാറായി ടെഹ്റാൻ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷേ മാർച്ചിലെ ആദ്യവാരം മുതൽ ഈ പാത ഭാഗികമായി തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ വലിയ തോതിൽ തന്നെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണയുടെയും ദ്രാവക പ്രകൃതിവാതകത്തിൻ്റെയും 20% കടന്നു പോകുന്ന ഈ പാതയായതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ചരക്കു നീക്കത്തിന്റെ ചെലവ് കുത്തനെ കൂട്ടുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.